തോൽക്കാൻ തീരെ താല്പര്യമില്ലാത്ത 4 ടീമുകളാണ് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ ഫൈനലല്ല സെമി ഫൈനലിലേക്ക് വന്നിരിക്കുന്നത്. അത് ഫ്രാൻസ് ആയാലും സ്പെയിൻ ആയാലും അർജൻറ്റീന ആണെങ്കിലും ഇംഗ്ലണ്ട് ആണെങ്കിലും ഞങ്ങൾ തോറ്റു തരില്ല, എങ്ങനെ പോയാലും ഞങ്ങൾ ജയിക്കും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ എടുത്ത ടീംസാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ സെമി ഫൈനൽ എടുക്കുകയാണെങ്കിൽ ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. ഫൈനലിന് മുമ്പുള്ളൊരു ഫൈനൽ ലെവലിൽ വേണമെങ്കിൽ വിലയിരുത്താവുന്നൊരു മത്സരമാണത്. ഈ വേൾഡ് കപ്പ് മൊത്തം എടുക്കുകയാണെങ്കിൽ വേൾഡ് കപ്പ് ഫൈനൽ കളിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള 2 ടീം, അർജന്റീനയെക്കാളും ഇംഗ്ലണ്ടിനേക്കാളും ഒക്കെ മേലെ ഫൈനൽ കളിക്കാൻ യോഗ്യതയായിട്ടുള്ള 2 ടീം, അതാണ് ഫ്രാൻസും സ്പെയിനും. ഇവരാണ് സെമി ഫൈനൽ ഏറ്റുമുട്ടുന്നത്. പറയാൻ കാരണം എന്തുകൊണ്ട് അർജന്റീനയ്ക്ക് മേലെ, എന്തുകൊണ്ട് ഇംഗ്ലണ്ടിന് മേലെ എന്ന് പറയാൻ കാരണം, ഫ്രാൻസ് നമുക്കറിയാം ഈ വേൾഡ് കപ്പിലെ ബീസ്റ്റ് മോഡാണ്. ആരെയും ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളൊരു തത്വമാണ് അവർ ഈ വേൾഡ് കപ്പിലുടനീളം സ്വീകരിക്കുന്നത്. അതവരുടെ കാരണം അവരുടെ അറ്റാക്കിംഗ് സൈഡ് തന്നെയാണ്, ഒരു മൂർച്ചയേർ അറ്റാക്കിംഗ് സൈഡ് എന്നൊക്കെ വേണം പറയാം. ആരെയും ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളൊരു തത്വം തന്നെയാണ് ഈ വേൾഡ് കപ്പിലുടനീളം ഫ്രാൻസ് കൂടെ കൊണ്ട് പോയിട്ടുള്ളത്. അത് തന്നെയാണ് അവർ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന് അടിവരയിടുന്ന പെർഫോമൻസാണ് അവരുടെ മുന്നേറ്റ നിര കാഴ്ചവെച്ചിട്ടുള്ളത്. എംബാപ്പെ 8 ഗോളോട് കൂടി 1ാം സ്ഥാനത്തുണ്ട് ഈ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത്. എംബാപ്പെ തന്നെയാണ് ആ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എംബാപ്പയ്ക്ക് കൂട്ടായിട്ട് ഡെമ്പലെ ഉണ്ട്, ബാർക്കോളെ ഉണ്ട്, ഡുവെ ഉണ്ട്, ഒലീസ ഉണ്ട്. ഒലീസ എന്ന് പറഞ്ഞ പ്ലെയർ ഈ എംബാപ്പയ്ക്ക് വരുന്ന ബോളുകളും ഡെമ്പലേക്ക് വരുന്ന ബോളുകളും ഡുവെ അല്ലെങ്കിൽ ബാർക്കോളയ്ക്ക് വരുന്ന ബോളുകളൊക്കെ മിക്ക ബോളുകളും വരുന്നത് ഒലീസ എന്നുള്ള ചങ്ങാടെ കാലിൽ നിന്നാണ്. ഈ ഒലീസയെ അങ്ങനെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് ഫ്രാൻസ് ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആക്രമിച്ച് കീഴടക്കുവാൻ തന്ത്രം തന്നെയാണ് ഫ്രാൻസ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതേ തന്ത്രം തന്നെയായിരിക്കും സ്പെയിനെതിരെ സെമി ഫൈനൽസിലും അവരെടുക്കാൻ സാധ്യത. അങ്ങനെ ആക്രമിച്ച് ഞങ്ങൾ കീഴടങ്ങില്ല എന്നുള്ളത് തന്നെയാണ് ഫ്രാൻസ്. അടുത്തത് സ്പെയിൻ ആണെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളൊരു തത്വം അവർക്കില്ല. പക്ഷേ കളിയിൽ ആദ്യ അവസാനം കളിയുടെ നിയന്ത്രണം തങ്ങളിലായിരിക്കും. ചുക്കാൻ അവരേറ്റെടുക്കും. ബോൾ പൊസിഷൻ വിൻ ചെയ്യും. ബോൾ പൊസിഷൻ ഞങ്ങളുടെ ഭാഗത്തായിരിക്കും. അങ്ങനെ അവർ ബോൾ പൊസിഷൻ കയ്യിലെടുത്തിട്ട് വിജയിക്കുന്ന ഒരു ടീമാണ് സ്പെയിൻ. അതും ഒരു ആധികാരികത തന്നെയാണ്. ഗോളടിച്ച് വിറപ്പിച്ച് ജയിക്കുന്നതിനെ പോലെ തന്നെയാണ് ആ മൈതാനം അടക്കിവാണ് തന്ത്രങ്ങൾ മെയ്ത് എതിരാളിയെ കീഴടക്കുന്നത്. അതെനിക്ക് സ്പെയിന് ഭയങ്കര ഇഷ്ടമാണ്. പോർച്ചുഗലിനെതിരെ 1-0 സ്പെയിൻ ജയിച്ചത്. അല്ലാണ്ട് വലിയ അഘോരമായ സ്കോറിനൊന്നുമല്ല സ്പെയിൻ ജയിച്ചത്. പിന്നെ ബെൽജിയത്തിന് 2-1. നമ്മുടെ ഫ്രഞ്ച് നിറയിൽ ഗോൾ അടിച്ചു കൂട്ട ആൾക്കാരുണ്ട് വെച്ചെങ്കിൽ സ്പെയിനും ഗോൾ അടിച്ചു കൂട്ട ആൾക്കാരുണ്ട്. പക്ഷേ ഫ്രഞ്ച് നിരയുടെ അത്രയ്ക്കില്ല സ്പെയിൻ്റെ. യമാലുണ്ട്, നല്ല കളിയാണ്. ഒയർസബാൽ മോശമില്ല. മിക്കൽ മറീനോ 1-2 ഗോളൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ഫ്രാൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗോൾ സ്കോറിംഗ് എന്നുള്ളൊരു ലെവലിൽ ഇവർക്ക് കുറവാണ്. പക്ഷേ സ്പെയിൻ്റെ മധ്യനിരയാണ് പ്രധാനം. ഫ്രാൻസിൻ്റെ അറ്റാക്കിംഗ് നിര എന്ന് പറഞ്ഞ പോലെ സ്പെയിൻ്റെ മധ്യനിരയാണ് ഇമ്പോർട്ടൻറ്റ്. പെഡ്രി, റോഡ്രി, ഫാബിയൻ റൂയിസ്, ഡാനി ഓൾമോ തുടങ്ങിയിട്ടുള്ളൊരു പറ്റം ആൾക്കാരാണ് അവരുടെ മിഡ്ഫീൽഡ് ഭരിക്കുന്നത്. ഈ മിഡ്ഫീൽഡിലാണ് അവരുടെ കളി മെനയുന്നതും കൺട്രോൾ ചെയ്യുന്നതും. ഇവിടുന്നാണ് ബോളുകൾ ഫ്രണ്ടിലേക്കും സൈഡിലേക്കും ഒക്കെ പോകുന്നത്. അത് കാരണം കൊണ്ട് ഫ്രാൻസിന് പിടിപ്പത് പണി ഇവരുടെ സ്പെയിനിൻ്റെ മധ്യനിര എങ്ങനെ പൊളിക്കണം എന്നുള്ള ലെവലിലായിരിക്കും. മധ്യനിരയെ പൊളിക്കാൻ പറ്റുകയാണെങ്കിൽ യഥേഷ്ടം എംബാപ്പയ്ക്കും കൂട്ടരും ഗോൾ കളിച്ചു കൂട്ടാൻ ജയിക്കാം. റോഡ്രിനെയും ഫാബിയൻ റൂയിസിനെയും എളുപ്പത്തിൽ മറികടക്കുക സാധ്യമല്ല. ഇതുപോലെ തന്നെയാണ് സ്പെയിൻ ഡിഫൻസിനെ പിടിപ്പത് പണി വരാൻ പോകുന്നത്. കാരണം ഫ്രാൻസിൻ്റെ അറ്റാക്കിംഗ് സൈഡിനെ പിടിച്ചു കെട്ടുക എന്നുള്ള വലിയൊരു കടമ്പയാണ് അവർക്കുള്ളത്. സ്പെയിൻ്റെ ഡിഫൻസിൽ കുക്കറേ ഉണ്ട്, പിന്നെ ലൊറൻറ്റെ ഉണ്ട്, പിന്നെ കുബാർസി ഉണ്ട്. കളിക്കാരൊക്കെ അവരിലുണ്ട്. പക്ഷേ ആ കളിക്കാരെ വെച്ചിട്ട് എങ്ങനെ എംബാപ്പയുടെ നേതൃത്വത്തിലുള്ള ഈ കിടിലൻ അറ്റാക്കിങ്ങിനെ പിടിച്ചു കെട്ടാൻ പറ്റും എന്നുള്ളത് ഒരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഫൈനലിന് മുമ്പുള്ളൊരു ഫൈനൽ തന്നെയായിരിക്കും ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. എന്തായാലും ഈ കളി ജയിക്കുന്നവർക്ക് കിരീടം ഉയർത്താം എന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം ഈ വേൾഡ് കപ്പിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച 2 ടീമാണ്. ഇതിൽ ജയിക്കുന്നവർക്ക് കിരീടം ഉയർത്താനുള്ള
100% ചാൻസും ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്മാതിരി പെർഫോമൻസാണ് ഇവർ ചെയ്തിട്ടുള്ളത്. യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിൻ, യൂറോ കപ്പിന് ശേഷം ഞങ്ങൾ യൂറോപ്പിൽ മാത്രമല്ല ലോകത്തിലും ഞങ്ങൾ മികച്ചവരാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ സ്പെയിനിൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത്. പിന്നെ ഫ്രാൻസ് അറിയാലോ, 2018 വേൾഡ് കപ്പ് എടുത്തു, 2018 വേൾഡ് കപ്പ്, 2022 ഫൈനല്, 2026 സെമി ഫൈനല്. ഇപ്പോൾ 2022 പറ്റിയ ഫൈനലിൻ്റെ തോൽവിക്ക് ഒരു ക്ഷീണം തീർക്കാനായിരിക്കും എംബാപ്പയും കൂട്ടിൽ ഇറങ്ങുന്നുണ്ടാവുക. പിന്നെ അവരുടെ കോച്ച് ദശാംസ് അവസാനത്തെ വേൾഡ് കപ്പാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു യാത്രയയപ്പ് കൊടുക്കാനും കൂടിയായിരിക്കും ഫ്രാൻസ് തയ്യാറെടുക്കുന്നത്. അപ്പോൾ എന്തായാലും രണ്ട് ടീമും വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കുന്ന പോലുമില്ല.